ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ആണ് ട്ടോ ചെയ്യണത്. കുറേ നാളെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടാണ് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ചെയ്തിട്ട് ജോലിക്കൊക്കെ പോയി പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ മടിയായതുകൊണ്ട് പിന്നെ വീഡിയോ ഇടലൊക്കെ നിർത്തിയിട്ടാണ്. ഇപ്പം ഞാൻ ജോലിയൊക്കെ നിർത്തി വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നേ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടാണ്. ഷോർട്ട് വീഡിയോസാണ് ട്ടോ കൂടുതൽ ഞാൻ ഇപ്പോൾ ഇട്ട് തുടങ്ങിയിരിക്കണത്. അപ്പം ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വെച്ചു. രാവിലെ തന്നെ ഞാൻ ചോറിന് വേണ്ടി തീയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് മിറ്റടിക്കാൻ ഇറങ്ങും കേട്ടോ. മിറ്റടിക്കൽ രാവിലെ തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് മടി പിടിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ ആ പണിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ദേ കാരക്കായൊക്കെ പഴുത്ത് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇത്രയും കാരക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മിറ്റടിക്കണതിൻ്റെ ഒപ്പം ഞാൻ ചെടികളും പച്ചക്കറികളൊക്കെ ഇങ്ങനെ നോക്കും കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് പച്ചമുളകും പറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ താമര ചെടികൾ. ഞാൻ എന്നും വന്ന് നോക്കണ ഒരു ചെടിയാണ് കേട്ടോ ഇത്. വേറെ ചെടികളെ അങ്ങനെ നോക്കിയില്ലെങ്കിൽ പോലും ഈ ചെടീനെ ഞാൻ എന്നും വന്ന് നോക്കും. ഒരു പൂവെങ്കിലും ഉണ്ടായി കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഇതിൽ ഞാനൊരു ആമ്പലിൻ്റെ കിഴങ്ങിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെ ഒരു മുളയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ നടണം. ഇതിൽ ഒരു ട്യൂബർ മാത്രമേ എൻ്റെ വീടിൻ്റെ അടുത്ത് ചേച്ചി തന്നതാണ്. ബാക്കി എല്ലാ ട്യൂബറും ഞാൻ നീതു മാധൂസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ചേച്ചിയിൽ നിന്ന് വാങ്ങിയതാണ്. താമരയുടെ ട്യൂബർ എന്ന് പറഞ്ഞ വീഡിയോ അതിന് വളം കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണണേ. പിന്നെ ഇന്ന് രാവിലെ തന്നെ ചെടിയൊക്കെ നനച്ചു കൊടുക്കുക കേട്ടോ. ഇന്നലെ നനയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. നല്ല മഴക്കാരൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മഴയൊക്കെ പെയ്യുന്നത്. മഴയൊന്നും പെയ്തില്ല. അപ്പോൾ ഇന്ന് ചെടിയൊക്കെ ഇന്നും നനച്ചു കൊടുത്തില്ലെങ്കിൽ വാടി പോകുമല്ലോ എന്ന് വെച്ചാൽ രാവിലെ തന്നെയൊക്കെ ചെടി നനച്ചു കൊടുക്കാം കേട്ടോ. ഇതൊരു മണിമുല്ലയാണ് കേട്ടോ. ഇത്തവണ ഇതുമ്പോൾ കുറേ പൂവുണ്ടായിരുന്നു, നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോൾ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ടോ പറമ്പിക്കൊക്കെ ഇറങ്ങിയിട്ട്. ഇവിടെ മരത്തിൻ്റെ ചില്ലകളൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ മഴ പെയ്യണേക്കാട്ടി മുമ്പ് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കുറേ ഇരുമ്പുമ്പുളി ഇങ്ങനെ ഉണ്ടായി നിൽക്കാൻ കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ ഇലയൊക്കെ കുടഞ്ഞെടുത്തിട്ട് അതിൻ്റെ കമ്പ് മാത്രം എടുക്കാൻ കേട്ടോ. നമ്മൾ തീയൊക്കെ പിടിപ്പിക്കും. ഏതോ ഒന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീ പിടിക്കും. കുറച്ച് ചില്ലകളൊക്കെ ഇങ്ങനെ കുടഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചവറൊക്കെ തീയിട്ട് കത്തിച്ച് കളയാൻ പോവാൻ കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ ആകെ കച്ചറിയാം. അപ്പോൾ വേഗം കണ്ട് കത്തിച്ച് കളയാമെന്ന് വെച്ചു. വിറക് വെട്ടൽ കഴിഞ്ഞിട്ട് ചെടികളും പച്ചക്കറികളൊക്കെ നടാമെന്ന് വെച്ചു. കുറച്ച് ദിവസമായി ഇങ്ങനെയൊക്കെ വാങ്ങി വെച്ചിട്ട് ഇനി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോയാലോ എന്ന് വെച്ചിട്ട് വേഗം നട്ടു കൊടുക്കാമെന്ന് വെച്ചു. ചെടി നടാൻ വേണ്ടി ഞാൻ ആദ്യം ഗ്രോ ബാഗിൽ ചവറും പിന്നെ ചെടിച്ചട്ടിയിൽ ആദ്യം ചെരലും ചവറൊക്കെ ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ടായി. പിന്നെ പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഗ്രോ ബാഗിൽ പോട്ടി മിക്സൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് തൈയൊക്കെ നട്ടു കൊടുക്കാൻ കേട്ടോ. ഇതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാ ചെടിയും നട്ടു കൊടുക്കണത്. അപ്പോൾ ചെടികളും പച്ചക്കറികളൊക്കെ നട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെടിയും പച്ചക്കറിയും നടാൻ തുടങ്ങിയത് നമ്മൾ വൈകിട്ടാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ചെടിയൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണേ. ഷോർട്ട് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.